പല്ലികള് പ്രധാനമായിട്ടും ഈ പറയുന്ന ചെറിയ ജീവികളാണ്. ഇത് എലി, ഓന്ത്, തവള, പല്ലി അതുപോലെയുള്ള ജീവികളൊക്കെയാണ്. അതിന്റെ വവ്വാല് അല്ലെങ്കിൽ അതുപോലുള്ള പല ജീവികളാണ്. പിന്നെ കുറച്ചും കൂടി വലിയ പാമ്പ് ആയിട്ടുള്ള മലമ്പാമ്പ് പോലുള്ള പാമ്പുകൾ അത്യാവശ്യം ഒരു ആടിനെയോ അല്ലെങ്കിൽ ഒരു മാനിനെയൊക്കെ വിഴുങ്ങാൻ അത്രയുള്ള കപ്പാസിറ്റിയുള്ള പാമ്പുകൾ ഉണ്ട്. അപ്പോ പറഞ്ഞു വന്നത്, പാമ്പുകൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ, നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളിൽ എപ്പോഴും കാണുന്നതാണ്. നമുക്ക് ഒരു പരിധി വരെയാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് പാമ്പ് വരാതിരിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അഥവാ പാമ്പ് രാത്രി നൊക്ടേണൽ, കൂടുതൽ പാമ്പുകളും രാത്രിയാണ് ഇര പിടിക്കാൻ ഇറങ്ങുക. അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കോമ്പൗണ്ടിലൂടെയൊക്കെ പാമ്പ് വന്ന് പോകാം. നമുക്ക് ഫുള്ളായിട്ട് എന്താ പറയാ സീൽ ചെയ്ത് വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഗേറ്റിനുള്ളിൽ എന്തെങ്കിലും ഗ്യാപ്പുകളൊക്കെ അവർ വീടിന്റെ കോമ്പൗണ്ടിലേക്കൊക്കെ വന്നേക്കാം. പക്ഷേ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒന്നും കിട്ടാതിരിക്കുക, വലിയ അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇല്ലാതിരിക്കുക. അവർക്ക് ഒരു വീടിന്റെ ചുറ്റിലും ഹൈഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കുളിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക. അതുവഴി നമുക്കൊരു പരിധി വരെ പാമ്പുകൾ തടയാം. അപ്പോൾ ഓക്കെ, അപ്പം ഇന്നത്തെ വിഷയം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോ ഞാനും മനോജേട്ടനും സന്തോഷം. ഓക്കെ, ബൈ ബൈ.